ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ത്യൻ 2-ൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോണത്. ശങ്കർ, അനിരുദ്ധ്, കമൽഹാസൻ ഇവർ 3 പേരിൻ്റെ ഒരു കിടിലം പവർ സാധനമാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്ത്യൻ 2-ൻ്റെ ട്രെയിലർ കാണാം. റെഡി? ബാ. படிப்புக்கேற்ற வேலை இல்ல, வேலைக்கேற்ற சம்பளம் இல்ல, கட்டுற டாக்ஸ்க்கு தகுந்த ஃபெசிலிட்டிஸ் கிடைக்கிறது இல்ல. திருடுறவன் திருடிட்டு தான் இருக்க போறான், தப்பு செய்யறவன் தப்பு செஞ்சுட்டு தான் இருப்பான். நம்மளாம் ஆளாளுக்கு ஊரை குறை சொல்லிக்கிட்டே இருக்கும். சிஸ்டம் சரியில்லை, சரி பண்ணணும் வாய்க்கே பேசுவோம். ஆனா அது சரி செய்யறதுக்கு ஒரு துரும்ப கூட கிள்ளி போடுறது இல்லை. They're just barking dogs. அதனால கத்திட்டு இருக்கோம். இவங்க எல்லாரும் கடிச்சு கொதற ஒரு ஹண்டிங் டாக் வரணும். அங்க யாரா இருக்கா? இருந்தாரு. ஏய் பை பை. Indians. Name Senapati. Freedom fighter. கர்மம் சார், கர்மம் இல்லை, வருமம். அவர் திரும்பி வரணும். ஒரு தப்பு செஞ்சா அதுகிட்ட இருந்து தப்பிக்கவே முடியாதுன்ற பயம் வரணும். கேரியர்ல நான் முடிக்காம போன ஒரே ஒரு கேஸ் சேனாபதி. பேசாம இவனை ஆன்டி இந்தியன் அறிவிச்சிடலாமா? சின்ன வயசுல நேர்மை தவறக்கூடாது, பொய் சொல்லாத, திருடாத, நீங்க தானே சொல்லி தந்தீங்க. வளர்ந்த அப்புறம் இதெல்லாம் செஞ்சாதான் வாழ முடியும்னு சொல்றீங்க. இது 2வது சுதந்திர போர். காந்திய வழியில நீங்க, நேதாஜி வழியில் நான். ஓடவும் முடியாது, ஒளியவும் முடியாது. டாமஞ்சேரி ஆட்டம் ആരംഭിച്ചിരിച്ച്. അതെന്താ ഇതെനിക്ക് ഒട്ടും വർക്കായിട്ടില്ല കേട്ടോ. എന്തൊക്കെയോ ഒരു ഓവർ കാണിച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഓവറായിട്ട് എന്തോ സംതിങ് ഉണ്ട്. ഇന്ത്യൻ സിനിമ ഇറങ്ങുന്നത് 1996-ലാണ്. ആ സമയത്തൊക്കെ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ്റെ ഒരു ഓൾഡ്, നമ്മുടെ പഴയ അപ്പൂപ്പന്മാരുടെ ഒക്കെ ഒരു ജനറേഷനിൽ നടന്ന സംഭവങ്ങൾ, അവിടുത്തെ കൈക്കൂലി വാങ്ങുന്ന സംഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ആൻഡ് ഇവിടെ വരും ഈ സമയത്ത് നടക്കുന്ന ഇതിൻ്റെ ഒരു ഇന്ത്യൻ 2 എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ ജനറേഷനെയും കൂടെ ആഡ് ചെയ്ത് അതില് നമ്മുടെ മാസ് മസാലയൊക്കെ ആഡ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത്, ഇപ്പോൾ പഴയ പോലെ VFX-ന് കുറവൊന്നുമില്ലല്ലോ, ഇഷ്ടംപോലെ എന്ത് വേണമെങ്കിലും ചെയ്യാലോ. അതല്ലേ ഞാൻ തൂത്തുവറക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് പ്രായമായ ഒരാള് ആ ചെറിയ വീലില് മെട്രോന്റെ ഉള്ളിലൂടെ ഫും 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 എന്നൊക്കെ പോകാൻ പറ്റുമോ? അതൊക്കെ കുറച്ച് ഓവറല്ലേ. പിന്നെ മുടി നീട്ടി വളർത്തിയിരിക്കുന്നത്, ഇതിനു മുമ്പ് ആ ആളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം പ്രണവ് മോഹൻലാലിന്റെ അതേ തലമുടി, അതങ്ങനെ തന്നെ ഇതിനകത്തുണ്ട്. ഈ പുതിയ ഇതിനകത്ത് കുറച്ച് ആൾമാറാട്ടം നടത്തുന്നുണ്ട്. ആ ആൾമാറാട്ടം നടത്തുന്ന ഗെറ്റപ്പുകളൊക്കെ പല സിനിമകളിലൊക്കെ കണ്ടുപോയിട്ടുള്ള നമ്മുടെ കോമഡി ക്യാരക്ടേഴ്സൊക്കെ പോലെ ഉണ്ട്. എന്തായാലും ജൂലൈ 12-ാം തീയതി പടം തിയേറ്ററിൽ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാം. എന്തായാലും ഞാൻ ഈ പടം ഫസ്റ്റ് ഡേ ചിലപ്പോൾ തിയേറ്ററിൽ പോയി തന്നെ കാണും. കാരണം എനിക്ക് ഈ പടം ശങ്കർ ആൻഡ് കമൽഹാസൻ ഇതെനിക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല. എത്ര ട്രെയിലർ മോശമാണെന്ന് പറഞ്ഞാലും, പടം ആരക്കം ബോറാന്ന് പറഞ്ഞാലും, കമൽഹാസൻ ആൻഡ് ശങ്കർ ആൻഡ് അനിരുദ്ധ് 3 പേരുടെ കോമ്പോയിൽ വരുന്ന ഈ സിനിമ തിയേറ്ററിൽ തന്നെ ഞാൻ പോയി വാച്ച് ചെയ്യും. ആൻഡ് അതിൻ്റെ റിവ്യൂ ഈ ചാനലിലൂടെ തന്നെ ഇടും. ആൻഡ് ദിസ് ഇസ് മൈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാ ഇന്ത്യൻ മക്കൾക്കും ബൈ ബൈ.
டாமன் ஜெரி ஆட்டம் ஆரம்பிச்சிருச்சு.